ദോഫാർ ഖരീഫ് സീസൺ സൂക്ഷിച്ചില്ലെങ്കിൽ ഇൻഫ്ലുവൻസർമാർക്കും പണി കിട്ടും. കടലാമ സംരക്ഷണം ക്യാമ്പയിനുമായി പരിസ്ഥിതി അതോറിറ്റി. മേഖലയിലെ സാഹചര്യം വിലയിരുത്തി കുവൈത്ത്, ഒമാൻ വിദേശകാര്യമന്ത്രിമാർ. ഒമാൻ തീരത്ത് കുടുങ്ങിയ കപ്പലുകൾ 30 ദിവസത്തിനകം മാറ്റണമെന്ന് മുന്നറിയിപ്പ്. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ദോഫാർ ഗവർണറേറ്റിലേക്ക് ഖരീഫ് സീസൺ ആസ്വദിക്കാൻ എത്തുന്ന സന്ദർശകർക്കായി ഒമാൻ പൈതൃക ടൂറിസം മന്ത്രാലയത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം. ദോഫാറിലെത്തുന്ന സഞ്ചാരികൾ തങ്ങളുടെ താമസ സൗകര്യങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുമ്പോൾ അവ ഔദ്യോഗികമായി ലൈസൻസ് ഉള്ളവയാണെന്ന് ഉറപ്പുവരുത്തണമെന്ന് മന്ത്രാലയം ആവശ്യപ്പെട്ടു. സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും പ്രചരിക്കുന്നതും കൃത്യമായ വിവരങ്ങളല്ലാത്തതുമായ വ്യാജ പരസ്യങ്ങളെ വിശ്വസിച്ച് ആരും പണം നഷ്ടപ്പെടുത്തരുതെന്നും അധികൃതർ വ്യക്തമാക്കി. അനധികൃതമായ പരസ്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നവർക്കെതിരെ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രാലയം കനത്ത മുന്നറിയിപ്പ് നൽകി. ഒരു സുരക്ഷിതത്വവുമില്ലാത്ത ഇത്തരം ലോഡ്ജുകളും ഹോം സ്റ്റേകളും പ്രോത്സാഹിപ്പിക്കുന്നത് നിയമവിരുദ്ധമാണ്. സമുദ്ര പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും സുസ്ഥിരമായ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഒമാൻ പരിസ്ഥിതി അതോറിറ്റി വിപുലമായ ജനബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചു. ഒമാന്റെ സമുദ്ര സമ്പത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജീവി വർഗ്ഗങ്ങളിലൊന്നായ കടലാമകൾക്ക് പ്ലാസ്റ്റിക് മലിനീകരണം ഉണ്ടാക്കുന്ന മാരകമായ ഭീഷണികളെ കുറിച്ചാണ് ക്യാമ്പയിൻ ബോധവൽക്കരിക്കുന്നത്. ആഗോളതലത്തിൽ തന്നെ കടലാമകൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണികളിലൊന്നായ പ്ലാസ്റ്റിക് മലിനീകരണം മാറിയിട്ടുണ്ടെന്ന് ക്യാമ്പയിൻ ചൂണ്ടിക്കാണിക്കുന്നു. കടലിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണപ്പെടുന്ന മത്സ്യബന്ധന വലകൾ, കയറുകൾ, മറ്റ് പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ എന്നിവയിൽ കടലാമകൾ നിരന്തരം കുടുങ്ങിപ്പോകുന്നതായും അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മേഖലയിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തി കുവൈത്ത്, ഒമാൻ വിദേശകാര്യമന്ത്രിമാർ. കുവൈത്ത് വിദേശകാര്യമന്ത്രി ഷെയ്ഖ് ജറാഹ് ജാബിർ അൽ അഹ്മദ് അസ്വബാഹ് ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ അൽ ബുസൈദയുമായി ഫോണിലൂടെ ചർച്ച നടത്തി. മേഖലയിൽ സമീപകാലത്തുണ്ടായ ആക്രമണങ്ങളും പ്രത്യാഘാതങ്ങളും സുരക്ഷയും ചർച്ചകളിൽ വിഷയമായി. വർദ്ധിച്ചു വരുന്ന സംഘർഷാവസ്ഥ ലഘൂകരിക്കുന്നതിനുള്ള മാർഗങ്ങളും ഇരുവരും വിലയിരുത്തി. പ്രാദേശിക സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കുന്നതിനും സംഘർഷം ലഘൂകരിക്കുന്നതിനും നയതന്ത്ര മാർഗങ്ങളും സമാധാനപരമായ പരിഹാരങ്ങളും പ്രോത്സാഹിപ്പിക്കാനും ഏകോപിതമായ ശ്രമങ്ങൾ അനിവാര്യമാണെന്നും ഇരുവരും ഊന്നി പറഞ്ഞു. ഒമാൻ തീരത്ത് കുടുങ്ങിയ കപ്പലുകൾക്കെതിരെ കർശന നിയമ നടപടിയുമായി ഒമാൻ ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക വിദ്യാ മന്ത്രാലയം. കപ്പലുകൾ സ്വന്തം ചെലവിൽ 30 ദിവസത്തിനകം നീക്കണമെന്ന് ഉടമകൾക്ക് മന്ത്രാലയം അന്ത്യശാസനം നൽകി. സമയപരിധിക്കുള്ളിൽ കപ്പലുകൾ മാറ്റിയില്ലെങ്കിൽ കടുത്ത നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.